ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ അടിമകളാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികളെന്ന് NDA വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ. 2020യുടെ വരവോടെ മധ്യ കേരളത്തിൽ NDAക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. റിമേദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. NDAയുടെ വൈസ് ചെയർമാനായിട്ടുള്ള AN രാധാകൃഷ്ണനാണ് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഇന്ന് ജനരവിയോടൊപ്പം ചേരുന്നത്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ളത്. എങ്ങനെയാണ് ഈ ഒരു BJPയുടെ പ്രതീക്ഷകൾ ഈ ഒരു അവസരത്തിൽ? ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാന പ്രത്യേകത NDAക്ക് അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് NDA വളരെ വലിയ രീതിയിൽ വിപുലപ്പെട്ടൊരു സാഹചര്യം. ഇതിലേക്ക് ഒരുപാട് കക്ഷികൾ വന്നു ചേർന്നിട്ടുണ്ട്. ഉണ്ട്. അവിടെ അവർ മാധ്യമങ്ങളെ കാണുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തത്സമയം. अब हमें सुरेश गोपी जी को भी इधर लीड मिला. मुझे लग रहा है ये चुनाव में भी हम लीड करेंगे, ज़्यादा लीड करेंगे. बीजेपी का वोट एंड पद्मजा का वोट के साथ हम बहुत अंतर से जीतेंगे, ऐसा है. पूरा केरल में भारतीय जनता पार्टी एंड NDA के साथ हम जीतने वाले हैं. बहुत अच्छा माहौल है क्योंकि UDF LDF दोनों मिलके ये राज्य को खराब किया. मोदी जी का क्या क्या योजना है वो केरल में नहीं आ रहे. वो आयुष्मान हो, प्रधानमंत्री आवास हो, कुछ भी हो, हमारा केरल को क्यों नहीं मिल रहे? इसके कारण है LDF का सरकार एंड UDF का सरकार. उसको लोगों का हित नहीं है. दे आर नॉट थिंकिंग अबाउट द पीपल, देयर प्रॉब्लम. They thinking themselves. That's why the Kerala is suffering. Kerala ka bacche, the Navajawan, the youth population of Kerala, they are going out for job and for education. Why? Because this is the misrule of UDF and LDF. They are both same of one coin, two faces of one coin. That's why people want changes now. They are showing in this election. That's why I hope that Kerala will do miracle in coming election on 9th. What message would you like to give the young women who wish to enter the Indian politics? Women should come because Modi ji already thinking about bringing the bill of 33%. Already it is done. The discussion is going on. That's why the young women, young generation who are thinking about the future of India, they should come to the politics and they should work hard for the development of this country. ഇപ്രാവശ്യം വളരെയധികം ആത്മവിശ്വാസത്തോടെ ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ വരുന്നവരോടൊക്കെ പറയണേ, നിങ്ങൾ രണ്ടും പരീക്ഷിച്ചു, LDFും UDFും ഒക്കെ പരീക്ഷിച്ചു, പക്ഷേ നിങ്ങൾക്കൊരു പ്രത്യേകിച്ചൊരു ഗുണം ഉണ്ടായില്ല. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം എനിക്കൊരവസരം തരും. എന്താണ് ശരിക്ക് എന്താ പറയേണ്ടത്, ഒരു ജനപ്രതിനിധി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം ഞാൻ അങ്ങനെ കണ്ടു വളർന്നിട്ടുള്ള ഒരാളാണ്. അപ്പം ആ രീതിയിൽ ജനങ്ങളെ കൂട്ടി നിർത്തി മുന്നോട്ട് പോകാനാണ് എനിക്ക് ആഗ്രഹം. തൃശ്ശൂർ ഇവിടെ എന്താ ഉള്ളത്? ആവശ്യമല്ല, ഒന്നുമില്ല ഇവിടെ. വികസനം എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടിക്കാലത്ത് കണ്ട അതേ തൃശ്ശൂർ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെറുത് ചെയ്താൽ പോലും നമുക്ക് കാണാൻ പറ്റും. ആദ്യം തന്നെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കണം. പല സ്ഥലത്ത് വെള്ളക്കെട്ടുണ്ട്, പിന്നെ പറഞ്ഞ മാതിരി ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, പട്ടികളുടെ ശല്യം തുടങ്ങി ഇനി ഇല്ലാത്തൊന്നുമില്ല. അപ്പോൾ അതെല്ലാം മാറ്റിയാലേ നമ്മൾ വികസനത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതെ, അപ്പോൾ കിഴക്കേക്കോട്ടയിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് അത് വല്ലതും സംഭവിച്ചോ ഇത്ര നാളായിട്ട്? അപ്പോൾ നമ്മളൊക്കെ എവിടെയാണ് ഇല്ല എന്ന് പറയുന്നത് അവിടെ ഉണ്ട് എന്ന് കാണിക്കാനാണ് എനിക്ക് താല്പര്യം. കൃഷ്ണരാജ്, രാഖി, എന്തായാലും വലിയൊരു ആവേശത്തിലാണ് തൃശ്ശൂരിലെ BJP NDA പ്രവർത്തകർ. ആ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശം അത് പാരമ്യതയിൽ എത്തി നിൽക്കുന്നു. പ്രധാനമന്ത്രി വരുന്നു, അങ്ങനെ പ്രചരണം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ്. ഒന്നാം ലാപ്പ് പ്രചരണം, അല്ലെ ഒന്നാം ഘട്ട പ്രചരണം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അതിനുശേഷമുള്ള, അതായത് ശക്തൻ മാർക്കറ്റിലടക്കം പത്മജ വേണുഗോപാൽ ഇപ്പോൾ പ്രചരണം നടത്തുകയാണ്. ഇവിടെ മാർക്കറ്റിലെ വ്യാപാരികളെയും അതേപോലെ തന്നെ മാർക്കറ്റിലെത്തിയിട്ടുള്ള വോട്ടർമാരെയൊക്കെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചതിന് ശേഷം ാണ് ഇപ്പോൾ പ്രധാനമന്ത്രി അടക്കം എത്തുകയാണ്. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ ഒരു പ്രചരണം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുകയാണ്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെ ഞാൻ പറ്റാവുന്ന ആളുകളെ കാണുന്നുണ്ട്. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ എന്നാലും പറ്റുന്നവരെ ഫോൺ വിളിച്ചിട്ടും കണ്ടിട്ടും
അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. തൃശ്ശൂരുകാരെ എനിക്കാരും പരിചയമില്ലാത്തവരല്ലല്ലോ, അപ്പോൾ നല്ലൊരു റെസ്പോൺസാണ് കിട്ടുന്നത് അവരുടെ നിന്നൊക്കെ. അതേപോലെ തന്നെ അല്പം മുമ്പ് പറഞ്ഞിരുന്നു, അതായത് തൃശ്ശൂരിന് വികസനം ഇല്ല, നമ്മൾ കണ്ട കുട്ടിക്കാലം തൊട്ട് കണ്ട കാര്യങ്ങൾക്കപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള വികസനമൊക്കെയാണ് തൃശ്ശൂരിൽ നടത്താനായിട്ടൊക്കെ നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കണം. ഇവിടെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട്, റോഡ്, ട്രാഫിക് ബ്ലോക്ക്, തെരുവ് നായ്ക്കളുടെ ശല്യം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് ഒതുക്കിയിട്ടേ നമുക്ക് വികസനത്തിൽ കടക്കാൻ പറ്റുള്ളൂ. ആദ്യം അവരുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ നടപ്പിലാക്കണം. എവിടെ ചെന്നിട്ടും ഞാൻ കേട്ട പരാതികൾ ഇതാണ്. അത് തീർത്തിട്ട് തീർച്ചയായിട്ടും ഞാൻ വികസനം, എൻ്റെ ഒരു കയ്യൊപ്പോടി ഉണ്ടായിട്ടേ ഞാൻ അവിടെ നിന്ന് പോവുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒന്നാം ഘട്ട പ്രചരണമൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ എത്രത്തോളം ഹൃദയത്തിലേറ്റിട്ടുണ്ട് തൃശ്ശൂർ BJP സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? എല്ലാ അർത്ഥത്തിലും ആളുകൾ വളരെ നല്ല റെസ്പോൺസാണ്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് ഞാൻ വിചാരിക്കാത്ത ഒരു സപ്പോർട്ട് കിട്ടുന്നത്. പുരുഷന്മാരും ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ശക്തൻ മാർക്കറ്റിലെത്തി ഈ വ്യാപാരികളൊക്കെ എന്താണ് പറയുന്നത്? അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു പിന്തുണയൊക്കെ ഏത് രീതിയിലാണ് അവർ? എല്ലാവരും നല്ല സപ്പോർട്ടാണ് പറയുന്നത്. ചില ആളുകൾക്ക് ഉണ്ടാവില്ലല്ലോ അവരുടേതായിട്ടുള്ളത്, പക്ഷെ എന്നാലും ആരും എന്നോട് മോശമായിട്ട് പെരുമാറുക, മോശമായിട്ടൊരു വാക്ക് പറയുക ഒന്നും ചെയ്തിട്ടില്ല. ഈ പതിവിൽ നിന്ന് വിപരീതമായിട്ട് അല്പം നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് കൂടെ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോൺഗ്രസിനുള്ളിൽ വലിയ പടലപ്പിണക്കങ്ങളും തമ്മിലടിയൊക്കെയാണ്. ആ ഒരു തമ്മിലടിയും പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് പോരും BJPക്ക് അനുകൂലമായിട്ടുള്ള വോട്ടിങ്ങിലേക്ക് ഉണ്ടാകുമോ, വിധി ഉണ്ടാകും? കോൺഗ്രസ്സിൽ അത് പുതുമയല്ലല്ലോ, അവിടെ തുടക്കം അന്ന്, അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ അവിടെ നിന്ന് പോരേണ്ടി വന്നത്. ഭയങ്കര വഴക്കാണ് തമ്മിൽ. ഒരാൾ നിന്നാൽ, ഇപ്പോൾ ഒരു അത്ര പ്രായമില്ലാത്ത ഒരാൾ നിന്നാൽ വിചാരിക്കും അയ്യോ അയാൾ ജയിച്ചാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ നിന്നാലും അവരൊക്കെ കൂടെ നിന്നിട്ട് അത് BJPയിലില്ല. അതാണ് ഇതിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത. ഈ പോസ്റ്റർ യുദ്ധത്തിൻ്റെയൊക്കെ ക്യാപിറ്റലാണ് തൃശ്ശൂർ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്, നമ്മുടെ കുടുംബത്തെ അടക്കം ചതിച്ചവർ കോൺഗ്രസ്സിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അപ്പം തന്നെ നമുക്കൊപ്പം മത്സരിക്കുന്ന രാജമ്പലിനെതിരെ വലിയൊരു വിഭാഗവും രംഗത്തുണ്ട്. അപ്പോൾ ആ ഒരു തമ്മിലടി നമുക്ക് അനുകൂലമാകും അല്ലേ? ഞാൻ അതിനെപ്പറ്റിയൊന്നും നോക്കിയിട്ടില്ല. ഞാൻ നേരെ എൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. നമ്മളെന്തിനാ വെറുതെ കുറ്റം പറയാൻ നിൽക്കണേ? തൃശ്ശൂരിലെ ജനങ്ങൾക്ക് അവരെ പറ്റി നല്ലോണം അറിയാം. പിന്നെ ഇല്ലാത്ത വികസനം പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്ന രീതിയൊന്നും ശരിയല്ല. ഞാൻ ആ സമയത്ത് ഇവരെ കൂടെ ഉണ്ടായിരുന്നല്ലേ. എന്ത് വികസനം എന്നാണ് ഇവർ പറയുന്നത്? 2-3 റോഡിൻ്റെ കാര്യത്തിൽ ഇതൊന്നുമല്ല വികസനം എന്ന് പറഞ്ഞാൽ, അതും വികസനമാണ്, അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ആ വികസനത്തിന് വേണ്ടി സ്ഥലം എടുത്തവർക്കൊന്നും പൈസ പോലും കിട്ടിയിട്ടില്ല. ജനങ്ങളുടെ കണ്ണീര് ഇതായിട്ടുള്ളൊരു വികസനം പാടില്ല. ആരെയും വേദനിപ്പിക്കാത്ത വികസനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ പ്രധാനമന്ത്രി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് തൃശ്ശൂരിലേക്ക് എത്താൻ ഇനി 3-4 ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രത്തോളം ഒരു ആവേശത്തിലാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നമ്മൾ? എല്ലാവരും മാതിരി എല്ലാ പ്രവർത്തകന്മാരും ഞാനും വളരെയധികം ആവേശത്തിലാണ്. അദ്ദേഹം നമ്മളോട് കാണിക്കുന്ന ഒരു പരിഗണനയും താല്പര്യവും. അപ്പോൾ ഞാനൊക്കെ വിജയിച്ചാൽ എന്ത് കാര്യം വേണമെങ്കിലും അവരൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തരും. പ്രത്യേകിച്ച് തൃശ്ശൂരിനോട് പ്രത്യേക താല്പര്യം അദ്ദേഹത്തിനുണ്ട്. അതെനിക്ക് ഉറപ്പുണ്ട്. എനിക്കിവിടെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റും. കാരണം ഞങ്ങൾക്ക് MP ഉണ്ട്, ഒരു MLA കൂടി വന്നാണ്ടല്ലോ. അത് മറ്റേ വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം മുന്നോട്ട് പോകാൻ പറ്റും. ഡബിൾ എഞ്ചിൻ സംവിധാനമുള്ള ഒരു സ്ഥലമായിരിക്കും തൃശ്ശൂർ ഉണ്ടാവുക അല്ലേ? തീർച്ചയായിട്ടും വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. അതെ. കൃഷ്ണരാജ്, രാഖി എന്തായാലും വലിയ വിജയപ്രതീക്ഷയിലാണ് പത്മജ വേണുഗോപാൽ ഉള്ളത്. അതേപോലെ തന്നെ വലിയ രീതിയിൽ പ്രചരണം നടക്കുന്നു. പ്രധാനമന്ത്രിയെ വരവേൽക്കാനായിട്ട് തൃശ്ശൂർ ഒരുങ്ങുന്നു. അതിൻ്റെ എല്ലാം കൂടെ വോട്ടിങ്ങിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞു വയ്ക്കുന്നത്. സാനുക്ക സജീവാനൊപ്പം ചേർന്ന് വലിയ വിജയപ്രതീക്ഷയിലാണ് പത്മജ വേണുഗോപാൽ ഉള്ളത്. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എത്തി, അതും കോൺഗ്രസ്സുകാർ വളരെ അഭിമാനത്തോടെ പറയുന്ന ലീഡറുടെ മകളാണ്. അവിടേക്ക് വരുന്നു. കോൺഗ്രസിൽ എന്താണ് അവസ്ഥയെന്ന് പത്മജ പറയുക കൂടി ചെയ്യുകയാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നതാണല്ലോ എന്ന് പറയുന്നു. കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അവിടെ തോറ്റത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങൾ. തൃശ്ശൂരിലാണ് BJPക്ക് NDAക്ക് ഒരു MP കേരളത്തിൽ പത്മജ പറഞ്ഞല്ലോ. അതായത് നമുക്കൊരു MP ഉണ്ട്, MLA കൂടി ലഭിച്ചാൽ തീർച്ചയായും ആ മണ്ഡലത്തിന് എത്രത്തോളം അത് ഗുണം ചെയ്യും. ഞായറാഴ്ച പ്രധാനമന്ത്രി വരാനിരിക്കുന്നു. തൃശ്ശൂർ വലിയ സെന്ററായി മാറുകയാണ്. അതെ, കേന്ദ്രം ഇപ്പോൾ തന്നെ ആ മണ്ഡലത്തെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞു. ഇതിനോടകം തന്നെ നമ്മൾ പലപ്പോഴും അത് കണ്ടിട്ടുണ്ട്.